ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റുള്ളൊരു വെജിറ്റബിൾ പുലാവും അതിൻ്റെ കൂടെ പറ്റിയ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ഒരു പെപ്പർ ചിക്കനാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പെപ്പർ ചിക്കൻ അല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു പെപ്പർ ചിക്കനാണ്. അതിൻ്റെ ഫ്ലേവറൊക്കെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. ഇതിൻ്റെ കൂടെ നല്ല ഈ ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ കൂടെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പുലാവാണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ബാസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ബാസ്മതി അരിയായിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഞാനെടുത്തത് ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി അരിയാണ്. ഒരു 20 മിനിറ്റെങ്കിലും ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിലത്തെ വെള്ളം കംപ്ലീറ്റ് ഊറ്റി കളയണം കേട്ടോ. ഞാൻ 250 ml കപ്പിലാണ് ഈ അരി എടുത്തിരിക്കുന്നത്. നമുക്കിതിനി എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇത് മുഴുവൻ നെയ്യിലുണ്ടാക്കിയാൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നെയ്യ് വേണ്ട, നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുള്ളവർ മുഴുവനായിട്ട് ഓയിൽ ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. 2 ഗ്രാമ്പു, ഒരു 8-10 മണി പിന്നെ കുരുമുളക്, പിന്നെ ഒരു ബേ ലീഫ്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റുക. കരിഞ്ഞു പോകരുത്, ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. ചെറുതായിട്ടൊന്നൊരു ബ്രൗണിഷ് ഷെയ്ഡ് വരണം. പിന്നെ ഇതൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉണക്കമുന്തിരി വേണ്ടവർക്ക് അതും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് 1 സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർക്കുന്നത്. അത് സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റണം. ഇപ്പോൾ ഇതാ സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതുപോലെ കുറച്ച് നന്നായിട്ടൊന്ന് ഇങ്ങനെ കളറ് വരണം കേട്ടോ. അതിൻ്റെ ശേഷം മാത്രമേ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാവൂ. അപ്പോൾ ഇതിലേക്ക് ഇനി 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. ചതച്ചതാവുമ്പോഴാണ് 1.5 ടീസ്പൂൺ ചേർക്കാവൂ. പേസ്റ്റ് ആണെങ്കിൽ അത്രയും ചേർക്കരുത്. വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂണൊക്കെയാണ് പേസ്റ്റ് ആകുമ്പോൾ ചേർക്കാവൂ. ചതച്ചതാവുമ്പോൾ പിന്നെ അത് ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. ചതച്ചത് ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും കൂടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ വഴറ്റുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നന്നായിട്ട് ആ വഴന്ന് ആ ഒരു പച്ചമണം മാറിയാൽ മാത്രം മതി. അതായത് അതിൻ്റെ ഒരു റോ സ്മെല്ലില്ലേ, അതൊന്ന് പോയി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസാണ് ചേർക്കുന്നത്. അതിനുവേണ്ടി ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ മുറിച്ചതാണ്. പിന്നെ ഒരു പിടി ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചപ്പട്ടാണി ആണെങ്കിൽ ഒന്ന് നന്നായിട്ട് ഒരു 6-7 മണിക്കൂർ കുതിർത്തതിൻ്റെ ശേഷം എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. 2 ബീൻസും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് അരിഞ്ഞിട്ട് എടുത്തതാണിത്. ഇതിനി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. ഇപ്പോൾ വെജിറ്റബിൾസ് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റുക. അതിന് ശേഷം ഈ അരി ഇതിലേക്ക് ചേർക്കുക. ഊറ്റി വെച്ച അരി, വെള്ളം കംപ്ലീറ്റ് ഊറ്റി കളയണം കേട്ടോ. അരി ചേർക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് അതൊന്ന് വഴറ്റുക നന്നായിട്ട്, അരിയും കൂടിയും ചേർത്തിട്ട്. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമാണ് ചേർക്കുന്നത്. 1.25 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം കേട്ടോ. നോർമൽ വെള്ളമാണ്, ചൂടുള്ള വെള്ളമൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ അളവ് തെറ്റിപ്പോകരുത്. കാരണം നമ്മളിത് കുതിർത്തി വെച്ച അരിയാണ്. അപ്പോൾ ഇത്രയാണ് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. പോരാത്തതിന് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 1.25 കപ്പ് വെള്ളം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അപ്പോൾ ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ചോദിക്കരുത് ഉപ്പ് ചേർക്കാതെയാണ് ഉണ്ടാക്കിയതെന്ന്. പല റെസിപ്പിയിലും ചോദിക്കാറുണ്ട് കമൻറ്റ് ബോക്സിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിള വരുന്ന സമയത്ത് നമ്മളിത് അടച്ചു വയ്ക്കുക. തിള വന്നതിൻ്റെ ശേഷം മാത്രമേ അടയ്ക്കാവൂ, അതിൻ്റെ മുന്നേ അടയ്ക്കരുത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ കേട്ടോ. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് പ്രഷർ നിൽക്കുന്ന കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നാൽ മതിയാവും. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് കംപ്ലീറ്റ് അതിലത്തെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രമേ തുറക്കാവൂ. ഇടയ്ക്ക് വെച്ചിട്ടൊന്നും തുറക്കരുത്. അപ്പോൾ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ വെയിറ്റൊക്കെ മാറ്റുക. അപ്പോൾ അത് കണ്ടില്ലേ, അതിൻ്റെ ആ ഹോൾ സ്പൈസസൊക്കെ ഇതൊന്ന് എടുത്ത് മാറ്റുക. ആ ബേ ലീഫ്, അതുപോലെ തന്നെ പട്ട, ഏലക്ക, അതൊക്കെ ഇതൊന്ന് എടുത്ത് മാറ്റുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ വരും. ഇത് കുറച്ചൊന്ന് തണുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടായിരിക്കുന്നത്. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അവസാനം കുറച്ച് മല്ലിയില കൂടി വിതറുക. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു എന്താ പറയുക വെജിറ്റബിൾ പുലാവാണത്. ഇനി ഇതാ ഒരു സ്പെഷ്യൽ പെപ്പർ ചിക്കനാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1.25 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണിത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ
ഇഞ്ചി ചതച്ചതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും പകുതി വീതം ഈ ചിക്കനിലേക്ക് ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. പകുതിയെ ചേർക്കാവൂ കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിൽ കൂടുതൽ കുരുമുളക് പൊടിയാണ് വേണ്ടത്, അപ്പോൾ അധികം മുളക് പൊടിയുടെ ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർക്കുക. ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ ചിക്കന് നല്ല മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ടാവും, നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ആ മസാല ഉണ്ടാക്കുന്ന അത്രയും നേരം വെച്ചാലും മതി. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇനി ഇതാ കടായി അല്ലെങ്കിൽ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഏത് ഓയിൽ വേണമെങ്കിൽ ഒഴിക്കുക കേട്ടോ. ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ ചിക്കൻ ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക. കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ഇതിൻ്റെ ഇങ്ങനെ പുറമേ വരുന്ന ആ ഒരു രീതിയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി കേട്ടോ. തുറന്നു വെച്ചിട്ടും ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം, കാരണം പിന്നീട് നമ്മളിത് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. എന്നിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇത് മറിച്ചിടണം. അപ്പോൾ നല്ലൊരു കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇത്രയാവുന്ന വരെ ഇത് ഫ്രൈ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് ഇതിന് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. കണ്ടില്ലേ, ഈ ഒരു ഷെയ്ഡ് കിട്ടണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ചൂടുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിക്കുക. ഇത് നന്നായിട്ട് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വന്നതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവൂ. എന്നിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് ചിക്കനൊക്കെ വെന്തതിൻ്റെ ശേഷം അത് ആ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ കടായി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. ഒരു 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഒരു പിടി കറിവേപ്പില ഇടുക. പിന്നെ ആ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളില്ലേ അത് ചേർക്കുക. 2 പച്ചമുളക് ചതച്ചത് ചേർക്കുക. പച്ചമുളക് ചതച്ചിട്ട് തന്നെ ചേർക്കുക കേട്ടോ. അപ്പോൾ ആ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളക് ചതച്ചതും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. റോ ടേസ്റ്റ് പോയി കഴിഞ്ഞാൽ അതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് വഴറ്റുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം. കണ്ടില്ലേ, സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി ചേർക്കരുത്, ചതച്ചിട്ട് തന്നെ ചേർക്കണം കേട്ടോ. 1 ടീസ്പൂൺ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/4 ടീസ്പൂൺ കൂടി സാധാരണ എരിവുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ചേർക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അത് കറക്റ്റ് അളവിൽ തന്നെ ചേർക്കണം കേട്ടോ. 1.5 ടീസ്പൂണാണ് മല്ലിപ്പൊടി. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇപ്പോൾ ഈ മസാല അങ്ങനെ വല്ലാതെ ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 1 സ്പൂൺ കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി വലുത് അരിഞ്ഞതും കൂടി ചേർക്കുക. എന്നിട്ട് തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. പഴുത്ത തക്കാളി ചേർക്കുക. നമ്മൾ വേവിക്കാൻ വെച്ച ചിക്കൻ എന്തായെന്ന് നോക്കാം. ചിക്കനൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വെള്ളം കൂടുതലുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊന്ന് വറ്റിക്കുക. എന്നിട്ട് ഇങ്ങനെ എണ്ണ മാത്രമായിരിക്കണം, എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരണം, വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കണ്ടില്ലേ, വെള്ളമൊന്നും ഒട്ടുമില്ല, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായിരിക്കണം കേട്ടോ. ഇപ്പോൾ അതാ ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തക്കാളി പെട്ടെന്ന് വെന്ത് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടും. കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി, വളരെ ചെറുതാണെങ്കിൽ 1 മുഴുവൻ ചേർക്കാം, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക നല്ലൊരു ടേസ്റ്റാണ്, നല്ല ഫ്ലേവറുമാണ് കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂണിനേക്കാൾ കുറച്ച് കുറവ് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുക. മുളക് പൊടി മല്ലിപ്പൊടിയും വഴറ്റുന്ന സമയത്താണ് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടത്. ഞാനത് വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് ഇല്ലേ നോക്കുക. എന്നിട്ട് ഇത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അത്രയും അടച്ചു വെച്ചാൽ മതി. അതിനുശേഷം ഇതിലേക്ക് ആ ചിക്കൻ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഇപ്പോൾ
ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ സോയാ സോസും ക്യാപ്സിക്കും ഒക്കെ ചേർക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക അത്. ഇതിപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ടും കുറച്ച് ഗ്രേവി ആയിട്ടും ഉണ്ടാക്കാം. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ വെള്ളം 1/2 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അധികം വറ്റിക്കണ്ട. അപ്പോൾ അവസാനം കുറച്ച് മല്ലിയില കൂടി വിതറുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ല ടേസ്റ്റുള്ള പെപ്പർ ചിക്കൻ റെഡിയായി. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക്